അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹിൻ ക്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ക്ലാസ്. അപ്പൊ അതിൽ നബി തങ്ങൾ ചൊല്ല് പെണ്ണ് നിങ്ങൾ എന്താക്കണം, സ്വതക്ക കൊടുക്കണം. സ്വതക്ക കൊടുക്കണം ചെന്നിട്ടാകുമ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെഞ്ഞായിണ്ട് സൈനബ് ബീവി അയിമ പോയിട്ട് കിടത്ത് മാപ്പിളോട്ടിട്ടു നബി തങ്ങൾ ഞങ്ങളൊട്ടുക്ക് സ്വതക്ക കൊടുക്കുക ബിനായി ചെന്നത്. നിങ്ങാണെങ്കിലോ കയ്യിലൊന്നും സമ്പത്തില്ലല്ലേ, അപ്പൊ നാ തരേണ്ട സ്വതക്ക അത് നിങ്ങൾക്ക് തന്നെങ്കിൽ ആവാ പോയിട്ട് നബി തങ്ങളിട്ട് കേക്കോറുണ്ട്. അപ്പൊ അയാൾ ചെന്ന് നീനെ പോയിട്ട് കേട്ടുകാണ്ട്. അപ്പൊ നാ പോയി നോക്കുമ്പോ അൻസാരികളിൽപ്പെട്ടവർ പെണ്ണുങ്ങളും അവിടെയുണ്ട്. അപ്പൊ അയിമയുടെ ആവശ്യം എൻ്റെ ആവശ്യം ഒന്ന്, കാരണം നബി തങ്ങൾ ചെന്നത് നിങ്ങൾ സ്വതക്ക കൊടുക്കുള്ളൂ. നിങ്ങളെ ആഭരണാണെങ്കിലും ശരി, കാതുള്ള ബംഗാറാണെങ്കിലും ശരി, സ്വതക്കയാക്കുറു എന്നുള്ള. അപ്പോ അയിമയുടെ എൻ്റെ ആവശ്യം ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയാറ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടാകുമ്പോ ചെന്നാറ്. കാരണം നിങ്ങൾ ചൊല്ലേ അല്ലെ, നബിത്തങ്ങളെ കാണുമ്പോഴത്തേക്ക് ഒരു ഗാംഭീര്യമുണ്ട്, ആർക്കും അത്ര പെട്ടെന്ന് പോയിട്ട് ഇതാക്കുമല്ലേ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് അവൻ അങ്ങനെ ചൊന്നത് രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആവശ്യം ഇന്നിങ്ങനത്തെ മസാല കേക്കോബേനായിട്ട് വന്നതേ. അപ്പോ അങ്ങ മാപ്പിളമാർക്ക് സദക്ക കൊടുത്തെങ്കിൽ മെയ്യ അവിടെ മാപ്പിളമാർക്കും അതുപോലെ അങ്ങനെ അകത്തുള്ള മക്കൾക്കും യതീമങ്ങളായ മക്കളില്ലെങ്കിൽ അങ്ങക്കെല്ലാം കൊടുത്തേ മെയ്യ അവിടെ അങ്ങ ആരും ചൊല്ലാണ്ട. അപ്പോ പോയിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 ജണ്ട് പെണ്ണുങ്ങ. അപ്പൊ ജനത്ത് ഒന്ന് അൻസാറുകളിൽപ്പെട്ട പെണ്ണുങ്ങ, ഒന്ന് സൈനബ്. അപ്പൊ കേൾക്കണ നബി ഏത് സൈനബ്? സൈനബിന് പേരുള്ള വേറെ ആൾമാറുള്ളത്. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെഞ്ഞായിട്ട്. അപ്പൊ നബി തങ്ങൾ ചൊല്ല് അങ്ങക്ക് 2 കൂലിയുണ്ട്. ഒന്ന് അങ്ങനെ മാപ്പിളമാർക്ക് കൊടുത്ത കുടുംബത്ത് ആ മുട്ടത്തുള്ള ആൾക്ക് കൊടുത്ത എന്നുള്ള കൂലി, 2 സദക്ക കൊടുത്ത കൂലി, 2 കൂലി അങ്ങക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാപ്പിളമാർക്ക് അങ്ങക്ക് സദക്ക കൊടുക്കാം, സക്കാത്ത് വരെ കൊടുക്കാം. അപ്പൊ സക്കാത്ത് പെഞ്ഞയ്ക്ക് സ്വത്തുണ്ട്, അതിലെ സക്കാത്ത് മാപ്പിളക്ക് കൊടുക്കാം. പക്ഷെ മാപ്പിളയുടെ സക്കാത്ത് പെഞ്ഞായി കൊടുക്കാല്ല. കാരണം എന്തായിട്ടെങ്കിൽ മാപ്പിളക്ക് ఖర్చు കൊടുക്കുക നിർബന്ധമായതായിട്ട് പെഞ്ഞായി. അപ്പൊ സക്കാത്ത് ఖర్చు കൊടുക്കുക നിർബന്ധമായ എങ്ങനെ കൊടുക്കുകയില്ലേ. പെഞ്ഞയ്ക്ക് എന്താക്കുക, പെഞ്ഞയുടെ സക്കാത്ത് മാപ്പിളക്ക് കൊടുക്കുക. കാരണം മാപ്പിളക്ക് ചെലവ് കൊടുക്കുക പെഞ്ഞായി നിർബന്ധമല്ലേ. അപ്പൊ സക്കാത്തിലെ പൈസ എന്തെങ്കിലും മാപ്പിളക്ക് കൊടുക്കാം. മാപ്പിളക്ക് സക്കാത്ത് കൊടുക്കുക കഴിവില്ല, സക്കാത്ത് ഇല്ല, നിർബന്ധമായിട്ടില്ല. പെഞ്ഞയ്ക്ക് സക്കാത്ത് നിർബന്ധമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സക്കാത്ത് മാപ്പിളക്ക് കൊടുക്കാം, സദക്കയും കൊടുക്കാം. സദക്ക കൊടുത്തിട്ടാകുമ്പോൾ 2 കൂലിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. ആ ഹദീസായിട്ട് എന്റെ വിവരിക്കൊണ്ടത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ചാനലിലേക്ക് പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. 326 ഹദീസ്. വൻ സൈനബ സഖഫിയ ഇംറാത്തി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെഞ്ഞായി സൈനബ് സഖഫിയ അയിമായിട്ടിക്കണ്. ഖാലത്ത് അയിമ ചൊല്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചെന്ന് തസദ്ദഖന യാ മഅശറ നിസാ, ഓ പെണ്ണുങ്ങൾക്കുള്ള കൂട്ടമേ നിങ്ങൾ സദക്കയാക്കണം. വലോ മിൻ ഹുലിയ്യുകുന്ന, അത് നിങ്ങളുടെ ആഭരണത്തിൽ നിന്നാണ് ശരി. കഴുത്തിൽ കാതിലെല്ലാം ഇട്ട ആഭരണം ഉണ്ടല്ലേ ബംഗാറ്, അതാണെങ്കിലും ശരി സദക്ക കൊടുക്കണം നിങ്ങൾ എന്നുള്ളത്. പിന്നെ കാലത്ത് അയിമ ചൊല്ലേ സൈനബി ചൊല്ലേ ഫറജഅതു ഇലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞാൻ എൻ്റെ മാപ്പിള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുട്ട പോയ. ഫഖുൽതു ലഹു, ഞാൻ അയാളെട്ടിക്ക് ചെന്ന് ഇന്നക റജുലുൻ ഖഫീഫു ദാത്തിൽ യദി, നിങ്ങ മുതല് സമ്പത്ത് കുറഞ്ഞ ഖഫീഫുൻ ദാത്തിൽ യദീൻ ചെന്നെങ്കിൽ കയ്യിലെന്തോ ഇല്ലാത്ത ആളുണ്ട്. നിങ്ങൾ ഫക്കീറായ മിസ്കീനായ ആൾ, നിങ്ങളുടെ കയ്യിലെന്തോ സമ്പത്തില്ല. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറനാ ബിസ്സദഖതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട്ട് സദക്ക കൊടുക്കുകയായി കൽപ്പിച്ചു. ഫസ്അൽഹു, പോയിട്ട് നിങ്ങൾ നബി തങ്ങളോട്ട് പോറു, പോയിട്ട് നിങ്ങൾ കേക്കോറു. ഫൈൻ കാന ദാലിക യുജ്സു അന്നി, ആ നാ തന്റെ സദക്ക, ನಾನು ഇപ്പൊ സദക്ക കൊടുക്കണോട്ട് നബി ഞങ്ങളോട്ടുള്ള ചുമതല, എനിക്കിപ്പോ സദക്ക കൊടുക്കണം. ആ സദക്ക ഞാൻ നിങ്ങൾക്ക് തന്നെ മെയ്യാവൂടും കണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ, വൈല്ല സറഫ്തു ഇലാ ഗൈരിക്കും, അതല്ലെങ്കിൽ ഞാൻ പിന്നറാലിട്ടു വേറെ ആർക്കെങ്കിലും സദക്ക ആയിട്ട്. ഫഖാല അബ്ദുല്ലാ, അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബൽ ഇതി അൻതി, നീനേ പോ,
ഫൻതലഖ്തു നാപോയ ഫഇദാ ഇംറഅതു മിനൽ അൻസാർ ബിബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാ പോയി നോക്കുമ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു പെണ്ണുങ്ങ നബി തങ്ങളെ ബായിലെ മുട്ടുണ്ട്. ഹാജതി വഹാജത്തുവ, നന്റെ ആവശ്യമേ അയിമുടെയും ആവശ്യം. അയിമാതെ മാപ്പിളയെ കൊടുത്ത മെയ്യാണ്ട്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉൽഖിയത ഇലൈഹിൽ മഹാബത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാബത്ത് ഇടപെട്ടിട്ടുണ്ട്. മഹാബത്ത് എന്ന് കാണുമ്പോൾ ഒരു ഗാംഭീര്യമുണ്ട്. എന്താ ആർക്കും വേഗം അങ്ങനെ പോയിട്ട് പലക്കരയോ ഇതാക്കുക എന്തുള്ള ആവില്ല, ഒരു പേടി, അങ്ങനത്തെ ഒരു കാണുമ്പോൾ ഒരു ഗാംഭീര്യം അങ്ങനെ ഉണ്ട്. ഫഖറജ അലൈന ബിലാലുൻ ഫഖുൽനാ ലഹു, അപ്പൊ ആയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പണ്ട്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ഞങ്ങൾ ചൊന്ന ഇത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ മുട്ട നിങ്ങൾ പോണം. ഫഅഖ്ബിറു അന്ന ഇംറഅതൈനി ബിൽ ബാബി തസ്അലാനികി, നബി നിങ്ങളെ ബായിലെ മുട്ട ജന്ന പെണ്ണിങ്ങ നിക്കറുണ്ട് ചൊല്ലണം. അത്തജ്സിഉ സദഖതു അൻഹുമാ അലാ അസ്വാജിഹിമാ, അങ്ങ് സദഖ കൊടുത്തു തങ്ങളെ മാപ്പിളമാർക്ക് കൊടുത്ത മെയ്യാവൂടാ. വ അലാ ഐതാമിൻ ഫീ വുജൂരിഹിമാ, അങ്ങനെ ഔത്തുലുള്ള യതീം മക്കൾക്ക് കൊടുത്തെങ്കിൽ മെയ്യാവൂടാ. നിങ്ങൾക്ക് മുന്നലത്തെ മാപ്പിളയിൽ നിന്ന് ആ മാപ്പിളെ മരിച്ചിട്ടാകുമ്പോൾ അതിൽ ചെറിയ മക്കന് ആ മക്ക യതീം അത് ഇങ്ങലത്. അപ്പൊ അങ്ങുകളിലെ കൊടുത്ത മെയ്യാവൂടാ. വലാ തുഖ്ബിറു മന്നഹ്നു, ഞങ്ങ ആറുണ്ട് നബി തങ്ങളിട്ട് ചൊല്ലാണ്. അതങ്ങൊരു ഇപ്പൊ മാപ്പിളയുടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ടാകുമ്പോ അയാൾ പറവ് നല്ല ഇല്ലേ, അപ്പൊ ആയിട്ട് നീനെ പോയിട്ട് കേൾക്കും ചൊല്ലേ, ഞങ്ങ ആറും ചൊല്ലാണ്. ഫദഖല ബിലാലുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅലഹു, ബിലാൽ റളിയല്ലാഹു അൻഹു പോയിട്ട് നബി തങ്ങളിട്ട് കേട്ട് മസ്അല കേട്ട്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹുമ, അപ്പൊ നബി തങ്ങൾ എടുത്ത് അങ്ങ് ചെണ്ടാൽ ആറുണ്ട്. കാല, അപ്പൊ നബി തങ്ങ ബിലാൽ റളിയല്ലാഹു അൻഹു ഇംറഅതു മിനൽ അൻസാർ, ഒന്ന് അൻസാരികളിൽപ്പെട്ട പെണ്ണുങ്ങ, സൈനബ്, പിന്നെ സൈനബ് ബീവി, സൈനബ് ചൊല്ല പെണ്ണുങ്ങ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ എടുത്ത് അയ്യു സയാനി ബിഹിയ, ഏത് സൈനബ്, സൈനബിന്റെ പേരിൽ ഷമ്മാലില്ലേ. കാല ഇംറഅതു അബ്ദുല്ല, അത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മോള്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പെണ്ണായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ ചെന്ന് ലഹുമാ അജ്റാനി, അങ്ങനെ രണ്ട് പ്രതിഫലമുണ്ട്. അജുറുൽ കറാബത്ത്, ഒന്ന് കുടുംബ ബന്ധം എന്നുള്ള ആ കറാബത്ത് ഞങ്ങളെ മുട്ടത്താലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച എന്ന ഒന്ന്. അജുറു സദഖത്തി, പിന്നെ ഒന്ന് സദക്കയാക്കിയത് കുൽ മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഞങ്ങളെ ബാബ് തന്നെ അത് ഏറ്റിക്കിടേത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ഞങ്ങളെ കുടുംബത്തെ മുറുകെ പിടിക്കുക എന്നുള്ള, ആ കുടുംബ ബന്ധം ചേർത്ത് പിടിക്കുക എന്നുള്ള ആ വിഷയം തന്നെ ഏറ്റിക്കിട. അപ്പൊ അതിലുള്ള ഒരു സംഭവമായിട്ട് കൂടെ ഹദീസ് ആയിട്ടിക്കിട. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾത്ത് ആറത് ബന്ധര് അപ്പൊ ചൊന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ആവശ്യിക്കും, അറിയേണ്ട ആവശ്യിക്കും, അതുകൊണ്ടായിട്ട് കേട്ടത്. അതിപ്പോ ആ മസാല ചൊന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചിലപ്പോ വിഷയം അറിയേണ്ടി പണ്ട്, അപ്പൊ അവസ്ഥ നോക്കേണ്ടി പണ്ട്. അപ്പൊ മാപ്പിളയ്ക്ക് കൊടുത്തും കൂലി ഉണ്ടാകും. മാപ്പിള പാവത്താളും കണ്ടെങ്കിൽ മാപ്പിളയ്ക്ക് കൊടുത്തും കൂലി ഉണ്ട്. അതേ സമയത്ത് സ്വത്തും സമ്പത്തുള്ള മാപ്പിളയ്ക്ക് കൊടുക്കണോട്ടെന്തും ഇല്ലല്ലേ, സ്വത്തും സമ്പത്തുള്ള മാപ്പിളയ്ക്ക് അങ്ങ് കൊടുക്കണോട്ടെന്തും ഇല്ലല്ലേ. അപ്പൊ അത് അങ്ങനെ മുതൽ അങ്കടയിൽ റൊട്ടേറ്റ് ആക്കടേന്ന് അങ്ങനെ ആവും, പർത്തനം കിട്ടിപ്പോണ്ട അങ്ങനെയൊക്കെ ചില ആൾമാർക്കുള്ള ഉദ്ദേശം. എന്താണെങ്കിൽ ഞങ്ങൾ ഉഗത്തില് കുടുംബത്ത് കൊടുക്കടേക്ക് വിരോധമൊന്നും ഇല്ല, കുടുംബത്തിൽ കൊടുക്കണം. അതേ സമയത്ത് ഞങ്ങൾ ഉള്ളവണക്ക് കൊടുക്കേണ്ടതല്ലല്ലോ, ഇല്ലാത്തവണക്കല്ലേ ഞങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ കുടുംബത്തിൽ ഇല്ലാത്തങ്ങ് ഉള്ളവനുണ്ടെങ്കിൽ അത്തരം പാവപ്പെട്ട ആൾമാരായിട്ട് ഞങ്ങൾ സഹായിക്കില്ല. അതപ്പോ ഒരു പെണ്ണുക്ക് അവരുടെ കയ്യിൽ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, മാപ്പിളാണെങ്കിലോ ഫക്കീറോ മിസ്കീനോ അയാളെ കയ്യിൽ വലിയ പൈലക്ക് പൈസക്ക് ആവശ്യമില്ല. അപ്പൊ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ആ മാപ്പിളക്ക് തന്നെയായിട്ട്. അപ്പൊ അവിടെ സ്വതക്കടെ കൂലിയുണ്ട്, മാത്രമല്ല രണ്ട് കൂലിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചെന്നത്. അള്ളാഹു ഖൈറിന്റെ അഹൽക്കാരിൽ ഞങ്ങളൊക്കെ പെടുത്തട്ടെ. നല്ല ക്ലാസ് കാതോർത്തങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.